എല്ലാവർക്കും നമസ്കാരം. എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ ബിപിൻ മാത്യൂസ്. ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ഓരോ വർഷവും ചില അപ്ഡേഷൻസ് പഠിക്കാറുണ്ട്. ഉദാഹരണത്തിന് ദേശീയപാതകളുമായി ബന്ധപ്പെട്ട അവയുടെ നമ്പേഴ്സ്, അവയുടെ ദൈർഘ്യം, അതേപോലെ ഓരോ വിളകൾ അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റുകളൊക്കെ മാറാറുണ്ട്. ഇപ്പം നെല്ല് റീസെൻ്റായിട്ട് തെലങ്കാന 1ാം സ്ഥാനത്ത് വന്നു അല്ലേ. അപ്പോൾ അതേപോലെയുള്ള ചില പ്രധാനപ്പെട്ട മാറ്റങ്ങളുണ്ട് ജോഗ്രഫിയിൽ. അതെന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാറുന്നത്? അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏജൻസികളുമായി ബന്ധപ്പെട്ട ആനുവൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് മാറുന്നത്. ഉദാഹരണത്തിന് ധാതുക്കളെ പറ്റിയുള്ള വിവരങ്ങൾ റീസെൻ്റായിട്ട് മാറിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മിനിസ്ട്രി ഓഫ് മൈൻസ് എന്ന് പറയുന്ന മന്ത്രാലയത്തിൻ്റെ പുതിയ റിപ്പോർട്ട് വന്നു. ഇനി നമ്മുടെ ദേശീയപാതകളുമായി ബന്ധപ്പെട്ട ഫിഗറുകൾ, ഡേറ്റകൾ മാറിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദേശീയപാത റിപ്പോർട്ട് 2024 വന്നു. ഇനി ഏറ്റവും പ്രധാനമായിട്ട് യൂണിയൻ ബജറ്റ് വന്നു. എല്ലാ വർഷവും ബജറ്റ് വരുന്നതാണ് അല്ലേ, യൂണിയൻ ബജറ്റിൻ്റെ വരവ്. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഡേറ്റകൾക്ക് ചേഞ്ച് സംഭവിക്കാറുണ്ട്, അല്ലെങ്കിൽ ഡേറ്റകൾക്ക് വേരിയേഷൻ സംഭവിക്കാറുണ്ട്. അത്തരത്തിൽ സംഭവിച്ച ചില പ്രധാനപ്പെട്ട വേരിയേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരമുള്ള ചേഞ്ചുകൾ. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്ക് യൂണിയൻ ബജറ്റ് ഉണ്ട്. യൂണിയൻ ബജറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വന്നേക്കുന്ന ചേഞ്ചുകൾ നമുക്ക് നോക്കണം. അതുപോലെ തന്നെ ഓരോ മന്ത്രാലയത്തിലെയും പുതിയ പുതിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വന്ന ചേഞ്ചുകൾ നമുക്ക് നോക്കണം. ഓക്കെ, നോക്കി ആദ്യം നാഷണൽ ഹൈവേയിലേക്ക് ഞാൻ പോവാണ്. 2024 റിപ്പോർട്ട്. ഓക്കെ, നാഷണൽ ഹൈവേ 2024 റിപ്പോർട്ട് വന്നിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ടാണ് ഈ ഒരു റിപ്പോർട്ട് കൊണ്ടുവരുന്നത് കേട്ടോ. മിനിസ്ട്രി ഓഫ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് നോക്കിയേ, 2004 91,287 91,287 കിലോമീറ്റർ ഉണ്ടായിരുന്ന നാഷണൽ ഹൈവേയുടെ ദൈർഘ്യം എത്രയായി? 2024 എത്തിയപ്പോൾ 1,46,145 കിലോമീറ്ററായി മാറി. എന്നിട്ട് താഴെ ഓരോ 4 വരി പാതയ്ക്കുണ്ടായ വർധനവ്, അതുപോലെ തന്നെ 2 വരി പാതയ്ക്കുണ്ടായ വർധനവ്, അതിന് താഴെയുള്ള നോർമൽ റോഡുകൾക്കുണ്ടായ വർധനവ് കൃത്യമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ടോട്ടലാണ് ഈ മേളിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. 91,287 നിന്ന് എത്രയിലേക്ക് മാറി? 1,46,145 കിലോമീറ്റർ ദൈർഘ്യമുണ്ടായി. എന്തിന്? നമ്മുടെ നാഷണൽ ഹൈവേക്ക് കേട്ടോ. നാഷണൽ ഹൈവേ നെറ്റ്വർക്കിൻ്റെ ആ ഒരു ചേഞ്ച് നിങ്ങൾ കാണാം. അല്ലെങ്കിൽ ഈ വർഷത്തെ പുതിയ ഏറ്റവും ന്യൂ അപ്ഡേറ്റ് ആണ്, പുതിയ കണക്കാണിത് കേട്ടോ. ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു? ഇന്ത്യയിൽ ആകെ ദേശീയപാതകളുടെ എണ്ണം മാറി. കഴിഞ്ഞ റിപ്പോർട്ടിനകത്ത് അത് 599 ആയിരുന്നു. 2023 റിപ്പോർട്ടിനകത്ത് അത് എത്രയായിരുന്നു? 599 ആയിരുന്നു. 2024 റിപ്പോർട്ട് വന്നപ്പോൾ അത് എത്രയായി മാറി? 668 കിലോമീറ്ററായി മാറി. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം കഴിഞ്ഞ പ്രാവശ്യവും മഹാരാഷ്ട്ര തന്നെയായിരുന്നു, ഇപ്രാവശ്യം മഹാരാഷ്ട്ര തന്നെയാണ്. 102 ദേശീയപാതകൾ കടന്നു പോകുന്നു. ഏറ്റവും കൂടുതൽ ദേശീയപാത ദൈർഘ്യമുള്ള സംസ്ഥാനവും മഹാരാഷ്ട്ര തന്നെയാണ്. ഈ ഡേറ്റയ്ക്ക് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. 18,459.25 കിലോമീറ്റർ. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം മേഘാലയയാണ്. കഴിഞ്ഞ ഡേറ്റയിൽ ഉള്ളത് തന്നെ കേട്ടോ. 5 ദേശീയപാതകൾ മാത്രമാണ് കടന്നു പോകുന്നത്. എവിടെ? നമ്മുടെ മേഘാലയയിലൂടെ കടന്നു പോകുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദേശീയപാത ദൈർഘ്യമുള്ള സംസ്ഥാനം ഗോവയാണ്. ഗോവ 299.3 കിലോമീറ്റർ. 299.3. അപ്പോൾ ഇതാദ്യം പഠിക്കുക. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര, 102 കിലോമീറ്റർ. ഏറ്റവും കൂടുതൽ ദേശീയപാത ദൈർഘ്യമുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര, 18,459.25 കിലോമീറ്റർ. ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം മേഘാലയ, വെറും 5 ദേശീയപാതകൾ. ഏറ്റവും കുറവ് ദേശീയപാത ദൈർഘ്യമുള്ള സംസ്ഥാനം ഗോവ, 299.3 കിലോമീറ്റർ. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകളുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ്. 12 ദേശീയപാതകൾ ഡൽഹിയിലൂടെ കടന്നു പോകുന്നു. ഇന്ത്യയിൽ ഏറ്റവും കുറവ് പാതകളുള്ള ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദേശീയപാത കൂടുതലുള്ളത് ഡൽഹി. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദേശീയപാതകളുള്ളത് ചണ്ഡീഗഡ്, ആൻഡമാൻ നിക്കോബാർ ആണ്. 2 പേർക്കും ഓരോ ദേശീയപാത വെച്ചേ ഉള്ളൂ. ലക്ഷദ്വീപിന് ദേശീയപാത ഇല്ല. അപ്പോൾ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കുറവുള്ളത് 2 പേരാണ്. ദേശീയപാത ഇല്ലാത്തത് ചോദിച്ചാൽ ലക്ഷദ്വീപ് പറയാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയപാത ദൈർഘ്യമുള്ള കേന്ദ്രഭരണ പ്രദേശം ജമ്മു ആൻഡ് കാശ്മീരാണ്, ഡൽഹി അല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ ഉള്ളത് ഡൽഹിയാണെങ്കിലും ദേശീയപാത ദൈർഘ്യമുള്ളത് ജമ്മു കാശ്മീരിലാണ്, 1876.16 കിലോമീറ്റർ. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദേശീയപാത ദൈർഘ്യമുള്ള കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡാണ്, 15.28 കിലോമീറ്റർ. 15.28 കിലോമീറ്റർ. ക്ലിയർ അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നു. ടെക്സ്റ്റൈൽസുമായി ബന്ധപ്പെട്ട് യൂണിയൻ ബജറ്റിനകത്ത് വന്നേക്കുന്ന പുതിയ റിപ്പോർട്ടാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നോക്കിയേ. ഇന്ത്യ ഈസ് ദ ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് ജൂട്ട് ആൻഡ് റാങ്ക്സ് സെക്കൻഡ് ഗ്ലോബലി ഇൻ കോട്ടൺ. അപ്പോൾ നമ്മൾ ജൂട്ടിൽ ഗ്ലോബലി ലീഡിംഗ് പ്രൊഡ്യൂസറാണ്, 1ാം സ്ഥാനമാണ്. കോട്ടണിൽ നമുക്ക് 2ാം സ്ഥാനമാണ്. സിൽക്കിലും നമുക്ക് 2ാം സ്ഥാനമാണ്. ക്ലിയർ?
പിന്നെ മാൻമെയ്ഡ് ഫൈബർ പ്രൊഡക്ഷൻ എല്ലാത്തിനും നമ്മൾ 2ാം സ്ഥാനം. അപ്പോൾ ജൂട്ടിൽ നമ്മൾ 1ാം സ്ഥാനം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇന്ത്യ ഈസ് ദ 6th largest exporter of textiles and apparel and has a share of about 4% of the global trade in this segment. ഏകദേശം 4% ഗ്ലോബൽ ട്രേഡിലെ 4% ഈ പറഞ്ഞ തുണിത്തരങ്ങളുടെ കണ്ടോ എക്സ്പോർട്ടർ ഓഫ് ടെക്സ്റ്റൈൽസ് ആൻഡ് അപ്പാരൽ തുണിത്തരങ്ങളുടെ കയറ്റുമതിയിൽ എക്സ്പോർട്ടിങ്ങിൽ നമ്മൾ എത്ര സ്ഥാനത്താണ്? ഗ്ലോബലി നമ്മൾ 6ാം സ്ഥാനത്താണെന്ന് ഈ പറഞ്ഞ ഏറ്റവും പുതിയ റിപ്പോർട്ട് ഫിനാൻഷ്യൽ ഇയർ 2024 പുതിയ റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നു. ഇനി നോക്കിക്കേ, അതിൽ തന്നെ കോട്ടണുമായി ബന്ധപ്പെട്ട ഗ്ലോബൽ പ്രൊഡക്ഷനിലെ 1 മുതൽ 6 വരെയുള്ള സ്ഥാനത്തുള്ളവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. അതിനകത്ത് കൊടുത്തേക്കെന്ന് നോക്കാം. 1 ചൈനയാണ്. നോക്കണം, ഏറ്റവും പുതിയ റിപ്പോർട്ടിനകത്താണോ നോക്കണം. 2023-24 റിപ്പോർട്ട് നോക്കണം. 5.60 മില്യൺ മെട്രിക് ടൺ ആണ് പ്രൊഡക്ഷൻ എടുത്തേക്കുന്നത് കേട്ടോ. മില്യൺ മെട്രിക് ടൺ. ഇന്ത്യ എത്രയാണ്? 5.50 ഉള്ളൂ. ദാറ്റ് മീൻസ് 2ാം സ്ഥാനത്താണ്. ഇന്ത്യ 2ാം സ്ഥാനത്താണ് ഏത് വർഷം? 2023-24. ഓക്കെ. എന്നാൽ 2020-21 നിങ്ങൾ നോക്കിക്കേ. 2020-21 നടന്ന പരീക്ഷകളിലൊക്കെ പരുത്തി ഉൽപ്പാദനത്തിൽ ഇന്ത്യ 1ാം സ്ഥാനത്തായിരുന്നുണ്ട്. കാരണം 5.91 ചൈനയ്ക്ക്, നമ്മൾ 6 വന്നു. മില്യൺ മെട്രിക് ടൺ പ്രൊഡക്ഷൻ ആണേ 6 വന്നു. അതുകൊണ്ടാണ് പഴയ റാങ്ക് ഫയലിനകത്തൊക്കെ ഇപ്പോഴും കിടക്കുന്നത്. പരുത്തി ഉൽപ്പാദനത്തിൽ ഇന്ത്യ 1ാം സ്ഥാനം കൊടുത്തേക്കുന്ന കാര്യം അതാണ്. 2021 റിപ്പോർട്ട് 21 വരെ 2021 വരെ എന്ന് പറയാം. 21 വരെ ഇന്ത്യ 1ാം സ്ഥാനത്തായിരുന്നു. 2021 നടന്ന പരീക്ഷയിലെല്ലാം പരുത്തി ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് ചോദിച്ചാൽ അതൊന്നായിരുന്നു ആൻസർ. എന്നാൽ ഇപ്പോൾ 2024 വരെ, ഇനി അടുത്ത വർഷം പുതിയ റിപ്പോർട്ട് വരും. ഈ പറഞ്ഞ ക്ലാസ് ഉണ്ടല്ലോ, ഇത് ഒരു വർഷം മാത്രം ഉപയോഗിക്കാനുള്ള ക്ലാസ്സാണ്. കഷ്ടിച്ച് ഒരു 6 മാസം ഉപയോഗിക്കാനുള്ള ക്ലാസ്സാണ്. അത് കഴിയുമ്പോൾ ഇതെല്ലാം പിന്നെയും മാറും. റിപ്പോർട്ടുകളെല്ലാം മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ 2023-24 വരെ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വർഷം 25-ലും നമുക്ക് ഇതുവരെ മാറ്റമില്ല. 1ാം സ്ഥാനം 1 ചൈനയാണ്, 2 ഇന്ത്യയാണ് വരുന്നത് അല്ലേ. 3 ആരാണ്? 3 USA ആണ്. 3 USA ആണ്. 4 പാകിസ്ഥാനാണ്. 3 വരുന്ന ആരാണ്? 3 USA അല്ല. 3 നോക്കിയേ, പ്രൊഡക്ഷൻ നോക്ക്. 5 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് 3 വരുന്നത്. ഇത് 3 മെട്രിക് ടൺ വരുന്നത് ആർക്ക്? ബ്രസീലാണ്. 3ാം സ്ഥാനത്ത് ബ്രസീലാണ്. 4ാമത് വരുന്ന ആരാണ്? 4ാമത് വരുന്നത് 2 USA ആണ് അല്ലേ. 5ാമത് വരുന്ന ആരാണ്? 5ാമത് വരുന്നത് പാകിസ്ഥാനാണ് അല്ലേ. 5ാമത് വരുന്നത് പാകിസ്ഥാനാണ്. ഇതാണ് ഓർഡർ കേട്ടോ, ഇതാണ് ഓർഡർ. അപ്പോൾ ഞാൻ ഇവിടെ കൃത്യമായിട്ട് ഡേറ്റ നോക്കി വേണം. 1, 2, 3, 4, 5 നോക്കരുത്. 1 ചൈന, 2 ഇന്ത്യ, 3 ബ്രസീലാണ് കേട്ടോ. ബ്രസീൽ കഴിഞ്ഞാണ് USA കഴിഞ്ഞിട്ടാണ് പാകിസ്ഥാൻ. ഇനി സ്റ്റേറ്റുകളിലെ ഉൽപ്പാദനം നോക്കിക്കഴിഞ്ഞാൽ കോട്ടൺ ആദ്യം അതെടുക്കാം. കോട്ടൺ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് പുതിയ റിപ്പോർട്ട് നമ്മുടെ ഏതിനകത്താണ്? യൂണിയൻ ബജറ്റിനകത്തുള്ള റിപ്പോർട്ടാണ്. ഗുജറാത്താണ് കേട്ടോ. ഗുജറാത്താണ് 1ാം സ്ഥാനം. 2ാം സ്ഥാനത്ത് ആരാണ്? മഹാരാഷ്ട്രയാണ്. 3ാം സ്ഥാനത്ത് ആരാണ്? തെലങ്കാനയാണ്. അപ്പോൾ കോട്ടൻ്റെ ഉൽപ്പാദനത്തിൽ ചെറിയ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. ഗുജറാത്തും മഹാരാഷ്ട്ര മാറിയിട്ടേ ഇല്ല. 3ാം സ്ഥാനക്കാർക്ക് മാത്രം മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, തെലങ്കാന. ജൂട്ടിൻ്റെ ഒരു ഇൻഫീരിയർ സബ്സ്റ്റിറ്റ്യൂട്ടാണ് ഈ മെസ്റ്റ എന്ന് പറയുന്നത്. അതിനകത്ത് 1ാം സ്ഥാനത്ത് ആരാണ്? വെസ്റ്റ് ബംഗാളാണ്. 2ാം സ്ഥാനത്ത് ബീഹാറാണ്. 3ാം സ്ഥാനത്ത് ആസാമാണ്. അപ്പം കോട്ടണിൽ ആരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്? ഗുജറാത്ത്. ജൂട്ടിൽ ആരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്? വെസ്റ്റ് ബംഗാളാണ്. ഇത് കുറേ കാലമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു പുതിയ വിവരമൊന്നുമല്ലല്ലോ, അല്ലെങ്കിൽ ഒരു പുതിയ ഫാക്റ്റ് അല്ലല്ലോ, ഒരു പുതിയ അറിവല്ലല്ലോ. ഇനി അടുത്ത ഏതാണ്? മറ്റ് ഭക്ഷ്യധാന്യങ്ങൾ നമുക്ക് നോക്കാം. റൈസ് വലിയ മാറ്റം സംഭവിച്ചത് ഇവിടെയാണ്. ഇതുവരെ വെസ്റ്റ് ബംഗാളിൽ പഠിച്ചുകൊണ്ടിരുന്നത് 2023-24 കേട്ടോ. ഇത് പ്രൊഡക്ഷൻ 2023-24 ഞാൻ കൃത്യമായിട്ട് കൊടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞു ഇത് മാറുമെന്ന് പറഞ്ഞു. അടുത്ത വർഷം ഇതേ ക്ലാസ് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കരുത്. ഇത് തൽക്കാലം ഈ വർഷത്തിൻ്റെ ഒരു ക്വാർട്ടർ വരെ, നെക്സ്റ്റ് ഒരു സെപ്റ്റംബർ ഒക്ടോബർ വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ്സാണ്. അത് കഴിഞ്ഞാൽ ഇതെല്ലാം മാറും. തെലങ്കാന 1, 2 ഉത്തർപ്രദേശാണ്, 3 വെസ്റ്റ് ബംഗാൾ. നേരത്തെ 1ാമതുണ്ടായിരുന്ന വെസ്റ്റ് ബംഗാൾ ഇപ്പോൾ 3ാമതായി. റൈസ്. വീറ്റിൻ്റെ കേസ് എടുക്കാം. വീറ്റ് കഴിഞ്ഞ വർഷവും കഴിഞ്ഞ റിപ്പോർട്ടിലും 1ാം സ്ഥാനത്ത് ഉത്തർപ്രദേശ് തന്നെയായിരുന്നു. 2 മധ്യപ്രദേശ്, 3 പഞ്ചാബ്. 2-3 മാറ്റങ്ങൾ ഉണ്ടാവാതിരിക്കാം. മെയ്സിൽ 1ാം സ്ഥാനത്ത് വന്നേക്കുന്നത് കർണാടകയാണ് കേട്ടോ. മെയ്സിൽ 1ാമത് വന്നേക്കുന്നത് കർണാടകയാണ്. അപ്പോൾ റൈസിൽ 1ാമതുള്ളത് തെലങ്കാന. 3 പ്രധാനപ്പെട്ട ഭക്ഷ്യധാന്യങ്ങൾ: റൈസ്, വീറ്റ്, മെയ്സ് അല്ലേ. 1, 2, 3 അങ്ങനെയല്ല നമ്മൾ പഠിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യധാന്യം റൈസാണ്, 2 വീറ്റാണ്, 3 മെയ്സാണ്. അത് 3 നമ്മൾ പഠിച്ചു. റൈസിൽ തെലങ്കാനയാണ് നിലവിൽ 1ാമത്. 2ാമത് വീറ്റിൽ 1ാമത് ആരാണ്? ഉത്തർപ്രദേശാണ്. മെയ്സിൽ 1ാമത് ആര് വരുന്നു? മെയ്സ് കേട്ടോ. മെയ്സിൽ 1ാമത് ആര് വരുന്നത്? കർണാടക വരുന്നത് 5.71. ബീഹാർ 5.63 ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിക്കോണം. 1, 2, 3 സ്ഥാനത്ത് വരുന്നവരെ പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഇനി കഴിഞ്ഞിട്ടില്ല. ഗ്രൗണ്ട് നട്ട്, നിലക്കടല നമുക്ക് നോക്കാം. ഗ്രൗണ്ട് നട്ട് 1ാം സ്ഥാനത്ത് ഗുജറാത്താണ് അല്ലേ. 1ാം സ്ഥാനം മാത്രം പഠിച്ചാൽ മതി. 1ാം സ്ഥാനം. കടുക് 1ാം സ്ഥാനത്ത് രാജസ്ഥാനാണ്.
സോയാബീൻ ഒന്നാം സ്ഥാനത്ത് വരുന്നത് മധ്യപ്രദേശാണ്. പുതിയ റിപ്പോർട്ടിനകത്ത് സോയാബീൻ ഒന്നാം സ്ഥാനത്ത് മധ്യപ്രദേശാണ്. സൺഫ്ലവർ കർണാടകയാണ് ഒന്നാം സ്ഥാനത്ത്. ടോട്ടൽ ഓയിൽ സീഡ്സ് എണ്ണക്കുരുക്കൾ അതിൻ്റെ പ്രൊഡക്ഷനിൽ ഒന്നാം സ്ഥാനത്ത് ആര് വരുന്നു? രാജസ്ഥാൻ വരുന്നു. ഇനി ഷുഗർ കെയിൻ കരിമ്പിൻ്റെ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് ആര് വരുന്നു? ഉത്തർപ്രദേശ് വരുന്നു. കരിമ്പിൻ്റെ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് ആര് വരുന്നു? ഉത്തർപ്രദേശ് വരുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതും ഒന്ന് നോക്കി പോകുന്നത് നല്ലതാണ്. ഈ പറഞ്ഞ ലിസ്റ്റും കൂടെ ഒന്ന് നോക്കി പോകുന്നത് നല്ലതാണ്. ഇനി നമ്മൾ മിനിസ്ട്രി ഓഫ് മൈൻസിൻ്റെ റിപ്പോർട്ട് നോക്കാം. അടുത്തത് 2024 റിപ്പോർട്ടാണ് മിനിസ്ട്രി ഓഫ് മൈൻസിൻ്റെ റിപ്പോർട്ട്. അതിനകത്താണ് ഈ ധാതുക്കളിലുണ്ടായ ചേഞ്ചിനെ പറ്റി പറയുന്നത്. ഇവിടെ ആദ്യം ഇന്ത്യയുടെ റാങ്കിനെ പറ്റി പറയുന്നുണ്ട്, ഓരോ പ്രധാനപ്പെട്ട ധാതുക്കളും. നമുക്ക് ഏറ്റവും ഇവിടുന്ന് ഒന്നാമതായി തുടങ്ങാം. ബോക്സൈറ്റ് നമ്മൾ 5ാം സ്ഥാനത്താണ്. ബോക്സൈറ്റ് ഗ്ലോബൽ പ്രൊഡക്ഷനിൽ നമ്മൾ എത്രയാണ്? നമ്മൾ 1ാം സ്ഥാനത്താണ് പ്രൊഡക്ഷൻ കേട്ടോ. ഗ്ലോബൽ പ്രൊഡക്ഷനിൽ നമ്മൾ 5ാം സ്ഥാനത്താണ്. ക്രോമൈറ്റ് 3ാം സ്ഥാനത്താണ്. ഏറ്റവും പ്രധാനപ്പെട്ട മാത്രം നമുക്ക് നോക്കാം. അയൺ ഓർ 4ാം സ്ഥാനത്താണ്. ഇരുമ്പയിര് കേട്ടോ. ഇരുമ്പയിര് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നമ്മൾ ലോകത്ത് 4ാം സ്ഥാനത്താണ്. മാംഗനീസ് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. മാംഗനീസ് 7ാം സ്ഥാനത്താണ്. നമ്മൾ മാംഗനീസിൻ്റെ അയിര് കേട്ടോ, മാംഗനീസിൻ്റെ ഓറ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ 7ാം സ്ഥാനത്താണ്. ഇനി ഇൻഡസ്ട്രിയൽ മിനറൽസ്, മറ്റേത് ഇത്രയും മെറ്റാലിക് മിനറൽസ് ആയിരുന്നു. ഇനി ഇൻഡസ്ട്രിയൽ മിനറൽസിൻ്റെ എടുത്തു കഴിഞ്ഞാൽ മാഗ്നസൈറ്റും അതുപോലെ അപ്പറ്റൈറ്റ് ആൻഡ് റോക്ക് ഫോസ്ഫൈറ്റ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. പോട്ടെ, മെറ്റൽസ് നമുക്ക് നോക്കാം. മെറ്റൽസിലേക്ക് നോക്കാം. ലോഹങ്ങളുടെ പ്രൊഡക്ഷൻ നമുക്ക് നോക്കാം. ഇത് ലോഹ ധാതുക്കളുടെ പ്രൊഡക്ഷൻ ആയിരുന്നു ആദ്യം പറഞ്ഞത്. ഇനി ലോഹങ്ങളുടെ പ്രൊഡക്ഷൻ നോക്കാം. അലുമിനിയം നമ്മൾ 2ാമത്. ലോകത്ത് അലുമിനിയത്തിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ 2ാം സ്ഥാനത്താണ്. ചെറിയ ഒരു കാര്യമല്ല അത്. കോപ്പർ നമ്മുടെ ചെമ്പ് അല്ലേ, നമ്മൾ 11ാം സ്ഥാനത്താണ്. കോപ്പറിൽ നമ്മൾ 11ാം സ്ഥാനത്താണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റീല്. ലോകം മൊത്തം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റീലിൽ 2ാമതാണ്. സ്റ്റീലിൻ്റെ പ്രൊഡക്ഷനിൽ നമ്മൾ 2ാമതാണ്. 2ാമതുള്ളത് ഏതിലൊക്കെയാണ്? അലുമിനിയത്തിലും സ്റ്റീലിലും നമ്മൾ 2ാമത് വന്നു കേട്ടോ. അലുമിനിയത്തിലും സ്റ്റീലിലും 2ാമത് വന്നു. അതുപോലെ കോപ്പർ നമ്മൾ 11ാം സ്ഥാനത്താണ്. ഇനി ലെഡ് 12ാം സ്ഥാനത്താണ്. സിങ്ക് 3ാം സ്ഥാനത്താണ് കേട്ടോ. അപ്പം 2ാമതുള്ളത് നോക്കി പോവുക. അലുമിനിയവും സ്റ്റീലും നമ്മൾ 2ാം സ്ഥാനത്താണ്. ലെഡ് 12ാം സ്ഥാനത്താണ്. സിങ്ക് 3ാം സ്ഥാനത്താണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതുവരെ നമ്മൾ അഗ്രികൾച്ചർ പറഞ്ഞു, ട്രാൻസ്പോർട്ടേഷൻ റോഡുമായി ബന്ധപ്പെട്ട പുതിയ റിപ്പോർട്ട് പറഞ്ഞു, പിന്നെ നമ്മൾ ഇത് പറഞ്ഞു, മിനറൽസുമായി ബന്ധപ്പെട്ട് പറഞ്ഞു അല്ലേ. ഇനി അഗ്രികൾച്ചറിനകത്ത് നമ്മൾ കോട്ടണിലും ജൂട്ടിലും 1ാമത് ഉള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. നമ്മൾ ജൂട്ടിലാണ് 1ാമതുള്ളത്, കോട്ടണിൽ നമ്മൾ 2ാമതാണ്. അപ്പോൾ 1ാമത് ആരാണ്? ചൈനയാണ് അല്ലേ. കോട്ടണിൽ 1ാമത് വരുന്ന ആരാണ്? ചൈനയാണ്. നമ്മൾ 2ാമതേ ഉള്ളൂ. ജൂട്ടിൽ നമ്മൾ 1ാമത് വരുന്നു. 2ാമത് വരുന്ന ആരാണ്? വെസ്റ്റ് ബംഗാളാണ്. ജൂട്ടിൽ നമ്മൾ 1ാമത് വരുന്നു. 2ാമത് വരുന്നത് വെസ്റ്റ് ബംഗാളാണ്. ആരാ പറയുന്നത്? ഇന്ത്യയുടെ നമ്മുടെ പുതിയ ആനുവൽ റിപ്പോർട്ട് എന്താണ്, ബഡ്ജറ്റിനകത്താണ് ആ ഒരു റിപ്പോർട്ടിനെ പറ്റി പറയുന്നത്, ആ ഒരു കാര്യത്തെ പറ്റി പറയുന്നത്. സോ നമ്മൾ ഇത്രയും നമ്മൾ ഇവിടെ വരെ പറഞ്ഞു. ഇനി മെറ്റാലിക് മിനറൽസിൻ്റെ സ്റ്റേറ്റ് വൈസ് പ്രൊഡക്ഷൻ നമുക്ക് നോക്കാം. ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഇരുമ്പയിര് ഏതാണ്? ഒഡീഷയാണ് കേട്ടോ. അയണോർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ചോദിച്ചാൽ ഏതാണ്? ഒഡീഷയാണ്. 2, 3 അപ്പുറം കൊടുത്തിട്ടുണ്ട്, ഛത്തീസ്ഗഡും കർണാടകയും. മാംഗനീസ് ഈ അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു. മാംഗനീസ് നിലവിൽ നേരത്തെ അത് ഒഡീഷയായിരുന്നു, ഇപ്പോൾ ഏതാണ്? മധ്യപ്രദേശാണ്. പുസ്തകത്തിനകത്തൊക്കെ കിടക്കുന്ന 2018 വരെയുള്ള ഡേറ്റയാണ്. ആ 2018 വരെയൊക്കെ ഒഡീഷയായിരുന്നു. 19ലും എനിക്ക് തോന്നുന്നു ഒഡീഷയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇത് മാറിയത്, മധ്യപ്രദേശായി മാറിയത്. പുതിയ റിപ്പോർട്ട് 2024 റിപ്പോർട്ടാണ് പറയുന്നത്. ഓക്കെ. ഇനി ബോക്സൈറ്റ് ഒഡീഷ തന്നെയാണ്. അയണോറും ബോക്സൈറ്റും ആര് തന്നെയാണ്? ഒഡീഷ തന്നെയാണ്. കോപ്പർ സ്റ്റേറ്റ് വൈസ് പ്രൊഡക്ഷൻ നോക്കുമ്പോൾ 1ാമത് വരുന്നത് രാജസ്ഥാനാണ്. കോപ്പർ രാജസ്ഥാനാണ് സ്റ്റേറ്റ് വൈസ് പ്രൊഡക്ഷനിൽ 1ാമത്. ഗോൾഡ് കുറേ വർഷമായിട്ട് ഇവർ തന്നെ 1ാം സ്ഥാനത്ത്. കർണാടക. ക്രോമൈറ്റ് വീണ്ടും ഒഡീഷയ്ക്ക് 1ാം സ്ഥാനം കിട്ടി. ഏത്? ക്രോമൈറ്റിൽ. അപ്പം ഒഡീഷ വരുന്ന അയണോറിൽ, ഒഡീഷ ബോക്സൈറ്റിൽ, ഇത് ക്രോമൈറ്റിൽ. ഇനി ലെഡിലാരാണ്? രാജസ്ഥാനാണ്. 1ാം സ്ഥാനത്ത്. ഇനി നോൺ മെറ്റാലിക് മിനറൽസ് നോക്കിക്കഴിഞ്ഞാൽ ലൈംസ്റ്റോൺ 1ാമത് ആരാണ്? രാജസ്ഥാനാണ്. മാഗ്നസൈറ്റ് 1ാം സ്ഥാനത്ത് തമിഴ്നാട്. ഫോസ്ഫറൈറ്റ് 1ാം സ്ഥാനത്ത് രാജസ്ഥാൻ കേട്ടോ. അപ്പോൾ ഇത്രയും അവരുടെ റിപ്പോർട്ടിനകത്തുണ്ട്. ആ റിപ്പോർട്ടിനകത്തുള്ള ധാതുക്കൾ ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില റിപ്പോർട്ട്, അല്ലെങ്കിൽ ഏറ്റവും റീസെൻ്റായിട്ട് വന്ന, ഏറ്റവും അടുത്ത് വന്ന പ്രധാനപ്പെട്ട ചേഞ്ചുകൾ സംഭവിച്ച ചില റിപ്പോർട്ടിനെ പറ്റി പറയാനായിട്ടുണ്ടായിരുന്നത്. ഇനിയും ഇതേപോലെയുള്ള പുതുതായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കിട്ടുന്നത് പോലെ ഓരോ റിപ്പോർട്ടുകളും റിവൈസ് ആവുന്നതനുസരിച്ച്, പുതിയ വരുന്നതനുസരിച്ച് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നൊരു വീഴ്ച ഉണ്ടാവരുത്. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത് പോവുക. അപ്ഡേഷൻസ് പ്രധാനമാണ്. നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം, അത് പഴയ റാങ്ക് ഫയൽ നോക്കി, പഴയ ഡേറ്റ നോക്കി പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഏതെഴുതും? വെസ്റ്റ് ബംഗാൾ എഴുതും. കറക്റ്റായിട്ട് ഉത്തരം ഏതാ വരുന്നത്? തെലങ്കാനയാണ്. സോ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ നോക്കി പോകണം. കറണ്ട് അഫയേഴ്സിനകത്തുണ്ടാകുന്ന, ആനുകാലികത്തിനകത്തുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ചേഞ്ചുകൾ നമ്മൾ നോക്കണം. അതെല്ലാം അപ്ഡേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തണം കേട്ടോ. നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.